അവൻ സാറാന്ന് പറയും. ഇതാണോ സാറ്? പിള്ളേരെ പഠിപ്പിക്കുന്ന സാറാണോ ഇത്? ആണോ? ഈ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, മോഷ്ടിച്ചുകൊണ്ട് വരുന്നത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു ആരോഗ്യം വരെ ഇവന് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. എത്ര പറഞ്ഞാലും നന്ദി തീരുന്നില്ല. എനിക്ക് എല്ലാവരോടും കടപ്പെട്ട് 11 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ വെള്ളം കുടിക്കാൻ അവരും ഈ ലോകം മുഴുവനും ചുറ്റി നടന്ന് എന്തായാലും 11 ആയപ്പോൾ അവനെ പിടിച്ച് എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തന്നെ എനിക്ക് താനെ ഇപ്പം കിട്ടിയില്ലേലും എനിക്ക് കുഴപ്പമില്ല. എല്ലാവരും ഞാൻ നൂറ് നന്ദി പറയുന്നു. എനിക്ക് അന്ന് ഞാൻ അത്രയും ഇരുന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇത്രയും മേലത്തരം കാണിച്ചിട്ട് പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൊല്ലം അഞ്ചലിൽ വയോധികയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ചന്തമുക്കിന് സമീപം വഴിയോര കച്ചവടക്കാരിയായ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതിയെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി, നിലവിൽ അറയ്ക്കൽ താമസക്കാരനുമായ 31 വയസ്സുള്ള ഹരീഷ് കുമാറാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ബന്ധുവിനൊപ്പം ട്യൂഷൻ സെന്റർ നടത്തിവരുന്ന അധ്യാപകനാണ് ഹരീഷ് കുമാർ. ഓമനയുടെ കഴുത്തിൽ നിന്നും പിടിച്ച മാലയുടെ പകുതി ആയൂരിലെ സ്വകാര്യ ബാങ്കിൽ പണയം വയ്ക്കുകയും ബാക്കി ഭാഗം കാസർഗോഡ് വിറ്റു എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അവനുള്ള ജീവിതമാർഗം കിട്ടത്തില്ല. അവൻ സാറാന്ന് പറയും. ഇതാണോ സാറ്? പിള്ളേരെ പഠിപ്പിക്കുന്ന സാറാണോ ഇത്? ആണോ? ഈ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, മോഷ്ടിച്ചുകൊണ്ട് വരുന്നത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു ആരോഗ്യം വരെ ഇവന് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വേണ്ടതുപോലെ എല്ലാവരും കൈകാര്യം ചെയ്തിരിക്കുന്നു. എനിക്ക് അത്ര സാറേ നൂറ് നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് കേൾക്കുന്നില്ല. ഉള്ളതെനിക്ക് കിട്ടിയല്ലോ എന്ന് നഷ്ടപ്പെടാതെ. എനിക്ക് അത്രേ ഉള്ളൂ സാറേ എനിക്ക് പറയാനായിട്ട്. ഞാൻ എല്ലാവർക്കും നന്ദി. എല്ലാവരും പെട്ടെന്നൊക്കെ അറിയിച്ച് അവിടെ ഇവിടെ എല്ലാം അറിയിച്ചു. കാരണം എല്ലാവരും അറിയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെനിക്ക് പെട്ടെന്ന് കാര്യങ്ങളും അറിഞ്ഞു. എനിക്ക് ആളിനെയും കണ്ട് എനിക്കിങ്ങനെ ഒരു സഹായം ദൈവമേ ഇനി ആർക്കും വരല്ലേ. അത്രയ്ക്കും കഷ്ടപ്പെട്ടവർക്ക് അറിയാനൊക്കെയുള്ള എൻ്റെ വിഷമം. കഷ്ടപ്പെടാൻ അവനിപ്പോൾ അറിയാവും. അവന് ലക്ഷങ്ങൾ കിട്ടി. ഞാൻ കിടന്ന് എത്ര നാൾ കിടന്ന് ചുമടിയാകുമ്പോൾ തന്നെ എനിക്കത് ഉണ്ടായിരുന്നു. എനിക്കേ അറിയാവുള്ളൂ. ഇനി പോലെ ചെയ്യരുതേന്ന്. കഴിഞ്ഞ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അഞ്ചലിലെ റോഡ് സൈഡിൽ തുണിക്കച്ചവടം നടത്തുന്ന വൃദ്ധയുടെ മാല ഇയാൾ പൊട്ടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഇയാൾ ഈ സംഭവത്തിന് മുൻപ് ഒരു ദിവസം വൃദ്ധയുടെ അടുത്തെത്തി സാധനം വാങ്ങുവാൻ വന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് മാല പൊട്ടിച്ചത്. പുനലൂർ ASP ഡോക്ടർ അപർണ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അഞ്ചൽ SHO ബിജു, SAമാരായ അജയ്കുമാർ, ഓമനക്കുട്ടൻ, ആശിഷ്, കോഹൂർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, രജീഷ് കുമാർ, ചിന്തു, വിപിൻ, രജ്ബീർ, അഭിലാഷ്, രമേശ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എത്ര പറഞ്ഞാലും നന്ദി തീരുന്നില്ല. എനിക്ക് എല്ലാവരോടും കടപ്പെട്ട് 11 ദിവസം കൊണ്ട് ഇപ്പം ഞാൻ വെള്ളം കുടിക്കാൻ അവരും ഈ ലോകം മുഴുവനും ചുറ്റി നടന്ന് എന്തായാലും 11 ആയപ്പോൾ അവനെ പിടിച്ച് എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തന്നെ എനിക്ക് താനെ ഇപ്പം കിട്ടിയില്ലേലും എനിക്ക് കുഴപ്പമില്ല. എല്ലാവരും ഞാൻ നൂറ് നന്ദി പറയുന്നു. എനിക്ക് അന്ന് ഞാൻ അത്രയും ഇരുന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇത്രയും മേലത്തരം കാണിച്ചിട്ട് പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നു അവനിങ്ങനെ കാണിക്കുന്നു. ഞാൻ എൻ്റെ മുഖം കണ്ടില്ല. ഞാൻ വിഷമിച്ച് നടക്കുമായിരുന്നു. അഞ്ചക്കാരുടെ സഹായത്താലും സ്റ്റേഷൻ്റെ പോലീസുകാരുടെ സഹായത്താലും എല്ലാവരുടെ ചാനലുകാരുടെ സഹായത്താലും എല്ലാം എനിക്ക് ഒത്തവർ നിന്നു. എനിക്ക് ആളിനെ കാണിച്ചു തന്നു. ഇനി മുതലെപ്പോഴാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സന്തോഷം തന്നെ. എനിക്ക് സന്തോഷം. എല്ലാവരും പറഞ്ഞു കിട്ടും. ഓരോരുത്തർ പറഞ്ഞ് കൊണ്ടുപോയതല്ലേ, അത് കിട്ടാനാണ് കൊണ്ടുപോയത്. ഭരിച്ചു വാരിക്കൊണ്ട് പോയത്. ഞാനും ഒരു പക്കം എനിക്ക് മനസ്സുകൊണ്ട് കിട്ടുമെന്ന്, ഒരു പക്കം എനിക്ക് തോന്നും ഭരിച്ചു കൊണ്ടുപോയി കിട്ടത്തില്ലെന്ന്. എന്തായാലും ഇങ്ങനെയുള്ളവരെ ഇനി മേലിൽ കയ്യും കാലും ഓടിച്ച് വേണം വിടാൻ. ഇങ്ങനെയൊന്നും ഉള്ളവരെ ഇനി ഓരോ പാവങ്ങളെ ചതിക്കാൻ പോകും. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം
International Certification RTO Government License. JCB, Crane, Telescope Hydra Crane, Electrical Remote Tower Crane, Manual Forklift, Automatic Forklift, Electrical Forklift, Imported Heavy Wheel Loader, Telehandler, Boom Loader, Vibrating Compactor, Bobcat, Road Roller, Hitachi Dorsal Loader. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.